മീര കാട്ടിലേക്ക് ആഴത്തിൽ നടന്നു. എല്ലാ വർഷവും ഒരേ ദിവസം അവൾ അവിടെ വന്നു. ഒറ്റയ്ക്കിരിക്കാനും ചിന്തിക്കാനും. ഉയരമുള്ള മരങ്ങളും തണുത്ത വായുവും നിശബ്ദതയും അവളെ ശാന്തയാക്കാൻ സഹായിച്ചു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഒരു പഴയ മരക്യാബിനിലെത്തി. വർഷങ്ങൾക്ക് മുമ്പ് അവളത് കണ്ടെത്തി. അവിടെ താമസിക്കാൻ ഇഷ്ടപ്പെട്ടു. അവൾ ഒരു ചെറിയ തീ കത്തിച്ച് ഭക്ഷണം പുറത്തെടുത്തു. ഫ്ലാസ്കിൽ നിന്ന് വെള്ളം കുടിച്ചു. പെട്ടെന്ന് അവൾ പുറത്തൊരു ശബ്ദം കേട്ടു. ഒരു കാൽപ്പാട്. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ മേശപ്പുറത്തൊരു കുറിപ്പുണ്ടായിരുന്നു. അത് മുമ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. അതിലിങ്ങനെ എഴുതിയിരുന്നു: നീ ഒറ്റയ്ക്കല്ല മീര. അവളുടെ ഹൃദയം കൂടുതൽ വേഗത്തിൽ മിടിച്ചു. അപ്പോൾ വാതിൽക്കൽ ആരോ നിൽക്കുന്നത് അവൾ കണ്ടു. മഴയിൽ നനഞ്ഞ് അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഒരു പുരുഷനായിരുന്നു അത്. അത് ലിയാമായിരുന്നു. 5 വർഷം മുമ്പ് അവൻ അപ്രത്യക്ഷനായി. നീ വൈകിപ്പോയി, അവൾ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വഴിതെറ്റിപ്പോയി, അവൻ മറുപടി പറഞ്ഞു. അവർ ഒന്നും മിണ്ടാതെ തീയുടെ അടുത്തിരുന്നു. പുറത്തെ കാട് കാറ്റിൽ മന്ത്രിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി മീരയ്ക്ക് ഒറ്റയ്ക്കല്ലാതെ തോന്നി.